guys, welcome back to my YouTube channel. കുറേയായി ഒരു വ്ളോഗ് ഇട്ടിട്ട് എക്സാമാണ് റീസൺ. കാരണം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് 1.5 year കഴിഞ്ഞിട്ടൊരു എക്സാമാണ്. അപ്പോൾ ഈ 1.5 yearത്തെ സംഭവങ്ങൾ ഞങ്ങളൊരു 1 month കൊണ്ട് ഉണ്ടാക്കിയിട്ട് എഴുതണം. 3 എക്സാം കഴിഞ്ഞു, നാളെ 4ാമത്തെ എക്സാമാണ്. സോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇന്നലെ 2 ദിവസം ലീവ് കിട്ടി. സാധാരണ ഞങ്ങൾക്ക് എക്സാമിന് ഞങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസമായിരുന്നു ലീവ്. അപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ അതിൻ്റേതായിട്ടൊരു കുഴപ്പവും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, ഞാൻ 8 വലിയ എക്സാം ആണെങ്കിലും 8 മണിക്കൂർ ആകും. ബിക്കോസ് ഐ ഹാവ് മൈഗ്രെയിൻ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് കോംപ്രമൈസ് സ്ലീപ്പ് ഷെഡ്യൂൾ ഫോർ ദ എക്സാം. ഒരിക്കലും ചെയ്യരുത്. 8 മണിക്കൂർ ഉറങ്ങുന്നവരാണെങ്കിൽ ട്രൈ ടു മാനേജ് ടു സ്ലീപ്പ് 8 മണിക്കൂർ തന്നെ. ബിക്കോസ് അതിൻ്റെ ബാക്കിയുള്ള സമയം നന്നായിട്ട് പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ എക്സാം നീറ്റ് പോലത്തെ എക്സാം ആകുമ്പോൾ ഞാൻ പറയില്ല, ബട്ട് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി എക്സാംസിന് അങ്ങനെ തന്നെ ചെയ്യുക. അതർവൈസ് ആ എക്സാം ദിവസം നിങ്ങൾക്ക് നല്ലോണം കുളവും. ഐ എക്സ്പീരിയൻസ്ഡ് ഈ സമയത്ത്. പക്ഷേ ഞാൻ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നല്ലൊരു മൈഗ്രെയിൻ എനിക്ക് വന്നിരുന്നു. പക്ഷേ എന്നാലും ഇഫ് യു ഹാവ് മൈഗ്രെയിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ലപോലെ ഉറങ്ങുക. എക്സാംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേസാണ്. അത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് പോകാം. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ആയുർവേദ ഫിലോസഫി ആയിരുന്നു, അതായത് പദാർത്ഥ വിജ്ഞാനം. ഇത് ആയുർവേദം റിലേറ്റ് ചെയ്യാത്ത ആൾക്കാരാണിത് കാണുന്നതെങ്കിൽ ചിലപ്പം ഈ സാൻസ്ക്രിറ്റ് ടേം കുറച്ച് ന്യൂ ആയിട്ട് തോന്നാം. പദാർത്ഥ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആയുർവേദ ഫിലോസഫീസാണ്. ഫിലോസഫീസ് എങ്ങനെയാണ് ആയുർവേദമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറേ പുതിയ കൺസെപ്റ്റ് ആട്ടോ ഇതിലുള്ളത്. നമ്മൾ ഇതുവരെ +2 കേൾക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സബ്ജക്റ്റ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള പേപ്പറാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ്. പക്ഷേ എക്സാം അത്ര കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. MCQs ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ഒരു 20 MCQ ആണ്. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാനേജ് ചെയ്ത് എഴുതാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഒരു 1 month കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും എഴുതാൻ പറ്റില്ല. മാനേജ് ടു പാസ് എന്നുള്ളൊരു രീതിയിൽ അങ്ങോട്ട് എഴുതി പോവുക, അത്രയും നമുക്ക് പറ്റുള്ളൂ വലിയ വലിയ സിലബസുകളാകുമ്പം. ഞങ്ങളുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഞാൻ കുറേ കാര്യം പഠിച്ചു. അതിലൊന്നാണ് ഈ കമ്പയർ ചെയ്യുക എന്നുള്ളൊരു സംഭവം. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരിക്കലും യൂണിവേഴ്സിറ്റി എന്നല്ല ഒരു എക്സാമിനും അത് ചെയ്യരുത്. കാരണം നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, നമ്മൾ നന്നായിട്ട് ഉറങ്ങുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് വരുന്ന റിസൾട്ട് എന്താണെങ്കിലും അതിനെ വെൽക്കം ചെയ്യുക. അല്ലാണ്ട് അയാൾക്ക് മാർക്കിട്ട് ഇയാൾക്ക് മാർക്കിട്ട് അയാൾ ഇത്ര നേരം പഠിച്ചുകൊണ്ട് എനിക്ക് ഇത്ര നേരം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഫെയിലിയർ ആയിരിക്കും. അപ്പം നമ്മുടെ ബെസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും ബെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ വരുന്ന റിസൾട്ട് ഫെയിലിയർ ആണെങ്കിലും കുഴപ്പമില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ മെസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ദിവസം ഓരോ മെനു ആണ്. അപ്പോൾ പുണ്യ ഓൾറെഡി അതാ ഫുഡ് എടുത്ത് വരുന്നുണ്ട്. എന്താ പുണ്യാജി ഫുഡ്? മഞ്ചൂരിയൻ അല്ലേ? നെയ്ച്ചോറാണത്. പിന്നെ വെള്ളം. പുണ്യാജി ഈ അവസ്ഥയിൽ എന്താണ് പറയാ? പാട്ടിലൂടെ അവതരിപ്പിക്കാനുള്ളത് ഉണ്ടായിട്ടൊരു കാര്യമില്ലേ? ഉച്ചയ്ക്ക് ശേഷം ഫ്രഷായിട്ട് ഞാൻ വീണ്ടും പഠിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം ഈ പദാർത്ഥം തന്നെയാണ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ വായിക്കാണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വായിച്ച് റെഡിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നാൽ ഹോളി ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചത്. അപ്പം അവിടെ ഗ്രൗണ്ടിൽ കുറേ പേര് ഇങ്ങനെ ഹോളി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൽ കുറേ പേരുണ്ട് കേട്ടോ. അവരവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് പോയില്ല യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. പക്ഷേ നമ്മളിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഗട്ട് ഫീലിങ്സ് സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് കാണുക വേണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം അതന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മളെല്ലാവരും കൂടെ. എൻ്റെ റൂമൊന്നും നല്ലോണം കാണാം ഗ്രൗണ്ട്. അപ്പോൾ അതവിടെ അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കളേഴ്സൊക്കെ തേച്ചിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വ്ളോഗൊക്കെ കണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പുതിയ വ്ളോഗ് കാണാനിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇപ്പോൾ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സെറ്റായി നമ്മൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.